ഹലോ ഡിയർ സ്റ്റുഡൻസ് ആൻഡ് വ്യൂവേഴ്സ്, ക്വാണ്ടം മെക്കാനിക്സ് കോഴ്സ് സീരീസിൽ ഒന്നാമത്തെ വീഡിയോ ആണിത്. ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ പല പുസ്തകങ്ങളുടെയും ആദ്യ ഭാഗത്ത് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു എക്സ്പെരിമെൻ്റാണ് സ്റ്റേൺ-ഗെർലാക് എക്സ്പെരിമെൻറ്റ്. ഈ എക്സ്പെരിമെൻറ്റ് ക്വാണ്ടം മെക്കാനിക്സ് ബുക്സിൻ്റെ ആദ്യ ഭാഗത്ത് പറയുന്നതിന് ചില കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ളത് ക്വാണ്ടം മെക്കാനിക്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന പല കാര്യങ്ങളും ഈ എക്സ്പെരിമെൻറ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഈ സ്റ്റേൺ-ഗെർലാക് എക്സ്പെരിമെൻറ്റിൻ്റെ ആരംഭം എവിടെയാണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു എക്സ്പെരിമെൻറ്റ് നടത്തപ്പെട്ടത് എന്നുള്ളത് നോക്കിയാൽ മനസ്സിലാവുന്നത്, ക്വാണ്ടൈസേഷൻ പ്രിൻസിപ്പിൾ മാക്സ് പ്ലാങ്ക് അവതരിപ്പിച്ചു. അതിനെ തുടർന്ന് എനർജി ക്വാണ്ടൈസേഷനാണ് മാക്സ് പ്ലാങ്ക് അവതരിപ്പിച്ചത്. അതിനെ തുടർന്ന് ബോർ ആറ്റം മോഡലിൽ ആംഗുലാർ മൊമെൻറ്റം ക്വാണ്ടൈസ്ഡ് ആണെന്ന് പറയുന്നു. അപ്പോൾ ഈ ബോർ ആറ്റം മോഡൽ വന്നപ്പോഴേക്കും പല സയൻറ്റിസ്റ്റുകളും പല രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങി, ഇത് ശരിയാണ് തെറ്റാണ് എന്ന് ചിന്തിക്കാൻ തുടങ്ങി. ബോർ ആറ്റം മോഡലിനെ തുടർന്ന് ബോർ സോമർഫീൽഡ് ഹൈപ്പോത്തിസിസ് വരുന്നുണ്ട്. ബോർ സോമർഫീൽഡ് ഹൈപ്പോത്തിസിസിൽ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷനും ക്വാണ്ടൈസ്ഡ് ആണ് എന്ന് പറയപ്പെടുന്നു, അല്ലെങ്കിൽ അങ്ങനെയാണ് ഹൈപ്പോത്തിസിസിൽ പറയുന്നത്. അത് മനസ്സിലാക്കിയ പലരും ഇത് ശരിയാണോ തെറ്റാണോ എന്ന് പ്രൂവ് ചെയ്യേണ്ടതിൻ്റെ ഒരു ആവശ്യകത പലർക്കും മനസ്സിൽ വന്നു. അങ്ങനെ ഒരു സയൻറ്റിസ്റ്റാണ് സ്റ്റേൺ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ്. അദ്ദേഹത്തിന് ഈ ബോർ ആറ്റം മോഡലിൽ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷനും ക്വാണ്ടൈസ്ഡ് ആണ് എന്നുള്ള ആശയത്തോട് വലിയ യോജിപ്പില്ലായിരുന്നു. അത് പ്രൂവ് ചെയ്യുന്നതിന്, അല്ലെങ്കിൽ അത് തെറ്റാണെന്ന് പ്രൂവ് ചെയ്യുന്നതിന് അദ്ദേഹം ഒരു എക്സ്പെരിമെൻറ്റ് ഡിസൈൻ ചെയ്തു. 1921 അദ്ദേഹം ഇത് ഡിസൈൻ ചെയ്യുന്നത്. 1922 അദ്ദേഹത്തിൻ്റെ സുഹൃത്തും കൂടെ ചേർന്ന്, അല്ലെങ്കിൽ കൊളീഗും കൂടെ ചേർന്ന്, അതായത് ഗെർലാക് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റുമായിട്ട് ചേർന്ന് ഇവർ 1922 ഈ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്തു. പ്രധാനമായിട്ടും ഈ ബോർ ആറ്റം അല്ലെങ്കിൽ ബോർ സോമർഫീൽഡ് തിയറിയുടെ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷൻ ക്വാണ്ടൈസ്ഡ് ആണെന്നുള്ളത് ഡിസ്പ്രൂവ് ചെയ്യുക എന്നുള്ളതായിരുന്നു അവരുടെ ഉദ്ദേശം. അപ്പോൾ നമുക്ക് ഈ എക്സ്പെരിമെൻറ്റിലേക്ക് പോകാം. ഇതിനകത്ത് ഈ ഒരു എക്സ്പെരിമെൻറ്റിലൂടെ നമുക്ക് ക്വാണ്ടം മെക്കാനിക്സിലെ പല ഫീച്ചേഴ്സും നമുക്ക് ഇതിനകത്തുനിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ക്ലാസിക്കൽ തിയറിയിൽ ഇല്ലാത്ത ചില ഫീച്ചേഴ്സ്, പ്രത്യേകിച്ച് സ്പിൻ എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റ് ക്ലാസിക്കൽ തിയറിയിൽ നമുക്കൊരിക്കലും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നതല്ല. ആ ഒരു ആസ്പെക്റ്റൂടെ നമുക്ക് ഈ ഒരു സ്റ്റേൺ-ഗെർലാക് എക്സ്പെരിമെൻറ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ സ്റ്റേൺ-ഗെർലാക് എക്സ്പെരിമെൻറ്റിൽ അവരുപയോഗിച്ചത് പ്രധാനമായിട്ടും ഒരു സിൽവർ ആറ്റത്തെ ഹീറ്റ് ചെയ്ത് എമിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓവൻ ഉണ്ടാവും. സിൽവർ ആറ്റങ്ങൾ ഇതിൽ നിന്നും പുറത്തേക്ക് വരും. ഈ സിൽവർ ആറ്റം പുറത്തു വരുന്ന ഈ സിൽവർ ആറ്റത്തെ ഒരു മാഗ്നറ്റിക് ഫീൽഡ്, നോൺ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഉപയോഗിച്ച് ഇതിനകത്തൂടെ കടത്തിവിടുകയാണ്. ഈ നോൺ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിനകത്തൂടെ കടത്തിവിടുകയാണ്. അപ്പോൾ ഇവിടെ രണ്ട് പോൾ പീസസ് ആണുള്ളത്. ഒരു നോർത്ത് പോളും ഒരു സൗത്ത് പോളും ഉണ്ട്. ഈ പോൾ പീസസിൻ്റെ ഇടയ്ക്കൂടെ നോൺ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഇതിൻ്റെ ഇടയ്ക്കൂടെയാണ് ഇത് പോകുന്നത്. ഇവിടെ നമുക്ക് ഈ സിൽവർ ആറ്റംസ് വീഴുന്നതിന് ഒരു ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ് ഉണ്ട്. അവിടെ നമുക്കത് ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത്രയുമാണ് ഇതിൻ്റെ അറേഞ്ച്മെൻ്റ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും ഉള്ളത് ഇതാണ്. സിൽവർ ആറ്റത്തെ ഹീറ്റ് ചെയ്ത് എമിറ്റ് ചെയ്യുന്ന ഒരു അവൻ ഉണ്ടാവും. രണ്ടാമത് നോൺ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനുള്ളൊരു മാഗ്നറ്റ് ഉണ്ടാവും. മൂന്നാമത് ഒരു ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ് ഉണ്ടാവും. ഈ മൂന്ന് കാര്യങ്ങളാണ് ഈ സ്റ്റേൺ-ഗെർലാക് അപ്പാരറ്റസിലുള്ളത്. അപ്പോൾ എന്തിനാണ് ഇത് ചെയ്തതെന്ന് നോക്കാം. നമുക്കറിയാം, ഒരു ഇലക്ട്രോൺ ഒരു ഓർബിറ്റൽ മോഷനിലാണ് നമുക്കറിയാം. അങ്ങനെ ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിന് ചുറ്റിലുള്ള എല്ലാ ഇലക്ട്രോൺസും ഓർബിറ്റൽ മോഷനിലാണ്. അപ്പോൾ ഒരു പാർട്ടിക്കിൾ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ആംഗുലാർ മൊമെൻറ്റം ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ആംഗുലാർ മൊമെൻറ്റത്തെയാണ് നമ്മളിവിടെ ഒബ്സർവ് ചെയ്യുന്നത്. പക്ഷേ ആംഗുലാർ മൊമെൻറ്റത്തിനെ നമുക്ക് ഡയറക്റ്റായിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ചാർജ്ഡ് പാർട്ടിക്കിൾ, അപ്പോൾ ഒരു ഇലക്ട്രോൺ ഒരു ഓർബിറ്റലിന് ചുറ്റും റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിനൊരു ആംഗുലാർ മൊമെൻറ്റം ഉണ്ടാവും. ഏതൊരു പാർട്ടിക്കിളും റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് ആംഗുലാർ മൊമെൻറ്റം ഉണ്ടാവും.
പക്ഷേ ഒരു ചാർജ്ഡ് പാർട്ടിക്കിളാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിന് ആംഗുലാർ മൊമെൻറ്റവും അതിൻ്റെ കൂടെ തന്നെ മാഗ്നറ്റിക് മൊമെൻറ്റും ഉണ്ടാവും. അപ്പോൾ ഈ മാഗ്നറ്റിക് മൊമെൻറ്റ് നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യും. അപ്പോൾ നമുക്കറിയാം ഒരു മാഗ്നറ്റിക് ഡൈപോൾ അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിക് മൊമെൻ്റ് ഉള്ള ഒരു ഡൈപോൾ ഒരു മാഗ്നറ്റിക് ഫീൽഡ് വെച്ചാൽ അതിനകത്ത് ടോർക്കും ഫോഴ്സും ഒക്കെ ഉണ്ടെന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. അതൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ സിൽവർ ആറ്റത്തിൽ ഇത് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ സിൽവർ ആറ്റത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. നമുക്കറിയാം സിൽവർ ആറ്റത്തിൻ്റെ അറ്റോമിക് നമ്പർ 47 ആണ്. അപ്പോൾ ഈ 47 ഇലക്ട്രോൺസ് ഉള്ള സിൽവർ ആറ്റത്തിൽ നമുക്കറിയാം 2 വീതം ഇലക്ട്രോണുകൾ പെയർ ആയിട്ടായിരിക്കും കാണുക. അങ്ങനെ നോക്കുകയാണെങ്കിൽ 46 ഈവൻ നമ്പേഴ്സ് 46 ഇലക്ട്രോൺസും പെയർഡ് ആയിരിക്കും. പെയർഡ് ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ഇലക്ട്രോണിന് ക്ലോക്ക് വൈസ് ആയിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ മറ്റേ അത് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടായിരിക്കും റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവയുടെ ആംഗുലാർ മൊമെൻറ്റം, ഇതിപ്പോൾ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷനാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന ആംഗുലാർ മൊമെൻറ്റം ഒന്ന് പോസിറ്റീവ് ഡയറക്ഷൻ ആണെങ്കിൽ മറ്റത് നെഗറ്റീവ് ഡയറക്ഷൻ, അല്ലെങ്കിൽ ഒന്ന് ക്ലോക്ക് വൈസ് ആണെങ്കിൽ മറ്റത് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. അപ്പോൾ നെറ്റ് ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുന്നത് 0 ആയിരിക്കും. നെറ്റ് ആംഗുലാർ മൊമെൻറ്റം 0 ആയിരിക്കും. എന്നാൽ ഇത് 46 ഇലക്ട്രോൺസിൻ്റെയും കാര്യമാണ് പറയുന്നത്. 46 ഇലക്ട്രോൺസിൻ്റെയും ചേർത്ത് നോക്കുകയാണെങ്കിൽ നെറ്റ് ആംഗുലാർ മൊമെൻറ്റം 0 ആയിരിക്കും. എന്നാൽ 47th ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഒരു അൺപെയർഡ് ഇലക്ട്രോണാണ്. 47th ഇലക്ട്രോൺ അൺപെയർഡ് ഇലക്ട്രോണാണ്. ഈ അൺപെയർഡ് ഇലക്ട്രോൺ ഒരു ആംഗുലാർ മൊമെൻറ്റം ഉണ്ടാവും. അത് വേറൊന്നുമായിട്ട് ക്യാൻസൽ ചെയ്യാനില്ലാത്തത് കൊണ്ട് അത് സിൽവർ ആറ്റത്തിൻ്റെ ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റമായിട്ട് നമുക്ക് കണക്കാക്കാം. അപ്പോൾ സിൽവർ ആറ്റത്തിൻ്റെ ഓരോ സിൽവർ ആറ്റത്തിൻ്റെയും ഒരു ആംഗുലാർ മൊമെൻറ്റം ഉണ്ടെങ്കിൽ അത് ഈ 47th അൺപെയർഡ് ഇലക്ട്രോണിൻ്റെ ആംഗുലാർ മൊമെൻറ്റം ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അതാണ് സിൽവർ ആറ്റത്തിൻ്റെ പ്രത്യേകത. സിൽവർ ആറ്റത്തെ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിലൂടെ കടത്തിവിടുകയാണെങ്കിൽ ആ സിൽവർ ആറ്റത്തിന് ഒരു മാഗ്നറ്റിക് മൊമെൻ്റ് ഉണ്ടെങ്കിൽ അത് ആ 47th ഇലക്ട്രോണിൻ്റെയാണ്. ആംഗുലാർ മൊമെൻറ്റവും മാഗ്നറ്റിക് മൊമെൻറ്റും തമ്മിൽ ബന്ധമുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ കണ്ടത് സിൽവർ ആറ്റത്തിന് 47 ഇലക്ട്രോൺ ഉണ്ട്. അതിൽ 47th ഇലക്ട്രോണിൻ്റെ ആംഗുലാർ മൊമെൻറ്റമാണ് സിൽവർ ആറ്റത്തിൻ്റെ ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ഇലക്ട്രോൺ ഒരു ഓർബിറ്റലിലൂടെ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഓർബിറ്റൽ മോഷനിലാണെങ്കിൽ അതുമായി അസോസിയേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് പറയാം, ആംഗുലാർ മൊമെൻറ്റം ഉണ്ട് എന്ന് പറയാം. ആംഗുലാർ മൊമെൻറ്റം ഉണ്ട്. എന്നാൽ ഇലക്ട്രോൺ ചാർജ്ഡ് പാർട്ടിക്കിൾ ആയതുകൊണ്ട് അതിന് ആംഗുലാർ മൊമെൻറ്റം ഉള്ളതിനോടൊപ്പം തന്നെ മാഗ്നറ്റിക് മൊമെൻറ്റ് കൂടെ ഉണ്ടാവും. അപ്പോൾ ഒരു ഇലക്ട്രോൺ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ അത് ഒരു ഓർബിറ്റൽ മോഷനിലാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് 2 ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്നൊരു ആംഗുലാർ മൊമെൻറ്റം ഉണ്ടാവും, അതോടൊപ്പം അതിനൊരു മാഗ്നറ്റിക് മൊമെൻറ്റും ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഒരു ഇലക്ട്രോൺ ആയതുകൊണ്ട് ഇപ്പോൾ ഇലക്ട്രോൺ ഇങ്ങനെയാണ് കറങ്ങുന്നതെങ്കിൽ അതിൻ്റെ ക്ലോക്ക് വൈസ് ആൻഡ് റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ അനുസരിച്ച് അതിൻ്റെ ആംഗുലാർ മൊമെൻറ്റം ഇങ്ങനെയാണെങ്കിൽ ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ്ഡ് പാർട്ടിക്കിൾ ആയതുകൊണ്ട് അതിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റ് നമുക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനായിട്ട് എടുക്കാം. ഒരു പ്രോട്ടോൺ ആണെങ്കിൽ നമുക്ക് 2 സെയിം ഡയറക്ഷനിൽ എടുക്കാം. അപ്പോൾ ഇത് ഒരു ഇലക്ട്രോൺ നമുക്കൊരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നു. ഒരു ഇലക്ട്രോൺ റൊട്ടേറ്റ് ചെയ്യുന്നത് കൊണ്ട് അതൊരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നു. ഈ ഇലക്ട്രോണിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് ഏകദേശം ഒരു ബാർ മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിന് ഇക്വലൻ്റ് ആണ് എന്ന് പറയാം, ഏകദേശം. അപ്പോൾ ഒരു ഇലക്ട്രോൺ റൊട്ടേറ്റ് ചെയ്യുന്നത് വഴി അതിന് ഒരു മാഗ്നറ്റിക് മൊമെൻ്റ് ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ അതല്ലെങ്കിൽ ആ മാഗ്നറ്റിക് മൊമെൻ്റ് ഒരു ബാർ മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റിന് ഐഡൻറ്റിക്കലാണ്. അതിൻ്റെ ഫീൽഡിൻ്റെ ലൈൻസിൻ്റെയൊക്കെ ഷേപ്പും ഒക്കെ ബാർ മാഗ്നറ്റിൻ്റെ ലൈൻസിൻ്റെ ഷേപ്പിന് ഓൾമോസ്റ്റ് ഐഡൻറ്റിക്കലാണ്. അപ്പോൾ നമുക്ക് തൽക്കാലം ഈ സ്റ്റേൺ ഗെർലാക്ക് അപ്പാരറ്റസിൽ ഒരു ഇലക്ട്രോണിന് പകരം നമുക്ക് ആദ്യം ക്ലാസിക്കൽ തിയറി വെച്ചുകൊണ്ട് ഒരു ബാർ മാഗ്നറ്റിനെ പ്ലേസ് ചെയ്താൽ എന്തായിരിക്കും ഒരു സ്റ്റേൺ ഗെർലാക്ക് അപ്പാരറ്റസിൽ നടക്കുക എന്നൊന്ന് നോക്കാം. അപ്പോൾ ഒരു സ്റ്റേൺ ഗെർലാക്ക് അപ്പാരറ്റസിൽ ഇത് നോൺ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്ന സ്റ്റേൺ ഗെർലാക്ക് അപ്പാരറ്റസ് ആണ്. അപ്പോൾ സ്റ്റേൺ ഗെർലാക്ക് അപ്പാരറ്റസിലേക്ക് നമ്മളൊരു ബാർ മാഗ്നറ്റിനെ പ്ലേസ് ചെയ്താൽ എന്തായിരിക്കും സംഭവിക്കുക എന്നാണ് നമ്മൾ നോക്കുക. അപ്പോൾ ഇതിനകത്തേക്ക് ബാർ മാഗ്നറ്റ് വരിക. നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്, ഒരു
യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ബാർ മാഗ്നറ്റ് പ്ലേസ് ചെയ്താൽ ടോർക്ക് ആക്ട് ചെയ്യും. ടോർക്ക് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇത് നമുക്ക് എപ്പോഴും അറിയാം, ലൈൻസ് ഓഫ് ഫോഴ്സ് എപ്പോഴും ഒറിജിനേറ്റ് ചെയ്യുന്നത് നോർത്തിൽ നിന്നും സൗത്തിലേക്കായിരിക്കും. അപ്പോൾ ഇവിടെ ഈ നോർത്ത് പോള് എപ്പോഴും ഇങ്ങോട്ടേക്കൊരു ഫോഴ്സ് ഉണ്ടാവും, സൗത്ത് പോളിന് തിരിച്ച് നോർത്തിലേക്കൊരു ഫോഴ്സ് ഉണ്ടാവും. ഈ രണ്ട് ഫോഴ്സുകളും കൂടെ ചേർന്ന് ഒരു ടോർക്കായിട്ട് മാറും. അതുകൊണ്ട് എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, ബാർ മാഗ്നറ്റ് അലൈൻ ചെയ്യും, അലൈൻ വിത്ത് ദ ഡയറക്ഷൻ ഓഫ് ബിയുടെ ഡയറക്ഷനിൽ അലൈൻ ചെയ്യും. ഇതാണ് ഒരു യൂണിഫോം ഫീൽഡിൽ നമുക്കുണ്ടാവുക. ഒരു യൂണിഫോം ഫീൽഡിൽ ഒരു ബാർ മാഗ്നറ്റ് പ്ലേസ് ചെയ്താൽ നമുക്ക് ഉണ്ടാകുന്ന കാര്യം ഈ ഒരു ടോർക്കിൻ്റെ ആക്ഷനാണ്. ഒരു യൂണിഫോം ഫീൽഡിൽ ഒരു ബാർ മാഗ്നറ്റ് വെച്ചാൽ അവിടെ നമുക്ക് ടോർക്ക് ഉണ്ടാവും. ടോർക്ക് ആക്ട് ചെയ്തതിന് ശേഷം നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കും. ഇനി നമുക്കൊരു നോൺ യൂണിഫോം ഫീൽഡിലാണ് എങ്കിൽ, ഇപ്പോൾ നോൺ യൂണിഫോം ഫീൽഡിലാണ് നമ്മൾ മാഗ്നറ്റിനെ പ്ലേസ് ചെയ്യുന്നതെങ്കിൽ അവിടെ ടോർക്ക് മാത്രമല്ല, അവിടെ ടോർക്കിൻ്റെ കൂടെ ഒരു ഫോഴ്സ് കൂടെ ആക്ട് ചെയ്യും. ഈ ടോർക്ക് നമുക്കറിയാം അലൈൻ ചെയ്യും, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ അലൈൻ ചെയ്യും. ആൻഡ് ഫോഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും വീക്കർ സൈഡിൽ നിന്നും സ്ട്രോങ്ങർ സൈഡിലേക്കുള്ള ഒരു ഫോഴ്സായിട്ട് അവിടെ ആക്ട് ചെയ്യും. വീക്കർ സൈഡിൽ നിന്നും സ്ട്രോങ്ങർ സൈഡിലേക്ക് ഒരു ഫോഴ്സ് മൂവ് ചെയ്യും. ഇവിടെ മൂവ്മെൻ്റ് ഇല്ല, റൊട്ടേറ്റ് ചെയ്യുന്ന, അത് അലൈൻ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഇവിടെ റൊട്ടേറ്റ് ചെയ്ത് അലൈൻ ചെയ്യുന്നത് കൂടാതെ അത് മൂവ് ചെയ്യുകയും ചെയ്യും. ഇതാണ് സംഭവിക്കുക. അപ്പോൾ ഒരു ബാർ മാഗ്നറ്റ് നമ്മൾ ഈ സ്റ്റേൺഗർലാക്ക് അപ്പാരറ്റസിലേക്ക് വരികയാണെങ്കിൽ, ഇപ്പോൾ ഇതിനകത്തേക്ക് ബാർ മാഗ്നറ്റ് വരികയാണെങ്കിൽ നമുക്കറിയാം ഇത് നോർത്ത് പോളാണ്, ഈ നോർത്ത് പോളും തമ്മിൽ റിപ്പൽ ചെയ്യും, ഇങ്ങോട്ടൊരു ഫോഴ്സ് ഉണ്ടാവും. ഇത് സൗത്താണ്, സൗത്തും തമ്മിൽ റിപ്പൽ ചെയ്യും, ഇങ്ങോട്ടൊരു ഫോഴ്സ് ഉണ്ടാവും. അക്കാരണത്താൽ ഈ ഡൈപോള് റൊട്ടേറ്റ് ചെയ്യുകയും അത് തിരിച്ച് നോർത്ത് സൗത്തും തിരിഞ്ഞ് നിൽക്കുകയും അലൈൻ ചെയ്യുകയും, പിന്നീട് ഇത് വീക്കർ സൈഡും ഈ പോയിൻറ്റഡ് ആയിട്ടുള്ളത് സ്ട്രോങ്ങർ ഫീൽഡ് സൈഡും ആയതുകൊണ്ട്, ഈ പോയിൻറ്റഡ് എഡ്ജിലുള്ളത് സ്ട്രോങ്ങർ ഫീൽഡാണ്, ഈ ബ്ലണ്ട് എൻഡ് ഉള്ളത് വീക്കർ ഫീൽഡാണെങ്കിൽ അത് വീക്കറിൽ നിന്നും സ്ട്രോങ്ങറിലേക്ക് പോകും, അതായത് മുകളിലേക്കൊരു ഫോഴ്സ് ഉണ്ടാവുകയും ചെയ്യും. അക്കാരണത്താൽ ഈ ബാർ മാഗ്നറ്റ് മുകളിലേക്ക് പോകും. അപ്പോൾ പ്രൊജക്റ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ, ഒരു ബാർ മാഗ്നറ്റ് ഈ ഫീൽഡിനകത്തൂടെ പ്രൊജക്റ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ ഈ ബാർ മാഗ്നറ്റ് റൊട്ടേറ്റ് ചെയ്ത് അതിൻ്റെ ഫീൽഡിൻ്റെ ഡയറക്ഷൻ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനുമായിട്ട് സെയിം ആയതിനു ശേഷം അത് മുകളിലേക്ക്, ഇവിടെ മുകളിലേക്കാണ് ഡയറക്ഷൻ, മുകളിലേക്ക് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും, മുകളിലേക്ക് പോവുകയും ചെയ്യും. ഇതാണ് എനിക്ക് സംഭവിക്കും. നമ്മൾ പല ഡയറക്ഷൻസിലുള്ള മാഗ്നറ്റുകളെ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ, ഒന്നല്ല നിരവധി ബാർ മാഗ്നറ്റുകൾ റാൻഡം ഓറിയൻറ്റേഷൻസ് ആയിട്ടുള്ളത് വിടുകയാണെങ്കിൽ, ഇതിനകത്തൂടെ കടത്തി വിടുകയാണെങ്കിൽ എല്ലാത്തിനും ഇതേ എഫക്റ്റ് ഉണ്ടാവുകയും എല്ലാം ഒരു സ്ഥലത്തേക്ക്, മുകളിലേക്കാണെങ്കിൽ മുകളിലേക്ക് തന്നെ പോവുകയും ചെയ്യും. ഇതായിരിക്കും ഒരു ക്ലാസിക്കൽ തിയറി അനുസരിച്ച് നമ്മൾ ബാർ മാഗ്നറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഈ സ്റ്റേൺഗർലാക്ക് അപ്പാരറ്റസിൽ ഉപയോഗിച്ച് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റുക. ഇനി നമ്മൾ ഇലക്ട്രോണുകളെ ബാർ മാഗ്നറ്റിന് പകരം സ്റ്റേൺഗർലാക്ക് അപ്പാരറ്റസിൽ ഉപയോഗിച്ചാൽ ക്ലാസിക്കൽ തിയറി വെച്ചിട്ട് എന്തായിരിക്കും സംഭവിക്കുക എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഒരു സ്റ്റേൺഗർലാക്ക് അപ്പാരറ്റസിലേക്ക് നമ്മൾ ഇലക്ട്രോൺസിനെ, റൊട്ടേറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസിനെ സെൻഡ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും നോക്കാം. അപ്പോൾ ഇലക്ട്രോൺ റൊട്ടേറ്റ് ചെയ്യാണ്, നമുക്ക് തൽക്കാലം എൻ്റെ മാഗ്നറ്റിക് മൊമെൻ്റ് ആണിത് എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ മാഗ്നറ്റിക് മൊമെൻ്റ് ഓറിയൻറ്റഡ് ആയിട്ട് അല്പം ചരിഞ്ഞ് ഒരു ഇലക്ട്രോൺ ഇതിനകത്തേക്ക് വരുന്നതായിട്ട് സങ്കല്പിക്കുക. നമുക്കറിയാം ഒരു ഇലക്ട്രോൺ ഓർബിറ്റ് ചെയ്യുമ്പോൾ അതിന് ആംഗുലാർ മൊമെൻ്റം ഉണ്ട്, മാഗ്നറ്റിക് മൊമെൻ്റും ഉണ്ട്. ആംഗുലാർ മൊമെൻ്റം നമുക്കറിയാവുന്ന പോലെ എനർജിയെ പോലെ തന്നെ ഒരു കൺസേർവ്ഡ് ക്വാണ്ടിറ്റിയാണ്. അത് കൺസേർവ്ഡ് എന്ന് പറയുമ്പോൾ രണ്ട് ആസ്പെക്ട്സ് കൺസേർവ്ഡ് ആണ്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൺസേർവ്ഡ് ആണ്, അതുപോലെ തന്നെ അതിൻ്റെ ഡയറക്ഷനും കൺസേർവ്ഡ് ആണ്. അപ്പോൾ ഇവിടെ ആംഗുലാർ മൊമെൻ്റത്തിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കൺസേർവ്ഡ് ആയതുകൊണ്ട് എപ്പോഴും ഈ മാഗ്നിറ്റ്യൂഡ് ഡയറക്ഷൻ്റെ കാര്യം നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ഡയറക്ഷൻ മാറാതിരിക്കാനായിട്ട് ശ്രമിക്കും. അപ്പോൾ നമുക്ക് അറിയാവുന്ന പോലെ ഒരു ഇലക്ട്രോൺ ഈ സ്റ്റേൺഗർലാക്ക് അപ്പാരറ്റസിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് വരികയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് കാര്യങ്ങൾ നടക്കണം. ഒന്ന്, അവിടെ ഒരു ടോർക്ക് ആക്ട് ചെയ്യണം,
രണ്ടാമത് അവിടെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യണം. ഫോഴ്സ് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യിക്കാൻ ഒരു ഡയറക്ഷനിലേക്ക് കൊണ്ടുപോകും. ടോർക്ക് അതിനെ അലൈൻ ചെയ്യും. എന്നാൽ ഒരു ആംഗുലാർ മൊമെൻറ്റം ഉള്ള ഇലക്ട്രോൺ ആയതുകൊണ്ട്, അല്ലെങ്കിൽ അത് ഒരു കൺസേർവ്ഡ് ആയിട്ടുള്ള ആംഗുലാർ മൊമെൻറ്റം കൺസേർവ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം എപ്പോഴും അവിടെ ഒരു ടോർക്ക് ആക്ട് ചെയ്യുകയാണെങ്കിൽ അത് അലൈൻ ചെയ്യുന്നതിന് പകരം അതിന് പ്രിസിഷൻ ഉണ്ടാവും എന്നാണ് നമ്മൾ പഠിക്കുക. ഇത് നമ്മൾ സ്പിന്നിങ് ടോപ്പിൻ്റെ തിയറി പഠിക്കുന്നുണ്ട്. ഒരു ടോർക്ക് അതിൽ ആക്ട് ചെയ്യുകയാണെങ്കിൽ ആ ടോർക്ക് ഒരിക്കലും അതിനെ ഫ്ലിപ്പ് ചെയ്യുന്നതിന് പകരം അത് അതിൻ്റെ ആക്സസ് അപ്ലൈഡ് ഫീൽഡിൻ്റെ ചുറ്റുമായിട്ട് പ്രിസിഷൻ നടക്കുന്നതായിട്ട് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നതായിട്ട് കാണാം. സ്പിന്നിങ് ടോപ്പിൻ്റെ പ്രിസിഷൻ. അപ്പോൾ ഇലക്ട്രോണിനും ഇത് തന്നെയാണ് ഇവിടെ സംഭവിക്കുക. ഇവിടെ നമുക്കറിയാവുന്ന പോലെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അപ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ ഇലക്ട്രോൺ അലൈൻ ചെയ്യുന്നതിന് പകരം യഥാർത്ഥത്തിൽ ഒരു അല്ലെങ്കിൽ ഒരു ബാർ മാഗ്നറ്റ് ആണെങ്കിൽ ഇത് ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്ത് അലൈൻ ചെയ്യേണ്ടതാണ്. പക്ഷേ അലൈൻ ചെയ്യുന്നതിന് പകരമായിട്ട് ഇത് ഈ മാഗ്നറ്റിക് ഫീൽഡിന് ചുറ്റുമായിട്ട് ഈ ആക്സിസ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ആവുന്നില്ല. പക്ഷേ ഡയറക്ഷൻ ചേഞ്ച് ആവുന്നില്ല എന്ന് പറഞ്ഞാൽ ആംഗിൾ ചേഞ്ച് ആവുന്നില്ല. പക്ഷേ ഈ ആംഗിള്, ഈ പെർട്ടിക്കുലർ ആംഗിളിൽ ഇത് പ്രിസിഷൻ നടന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ തീറ്റ ആംഗിൾ ആണെങ്കിൽ ആ തീറ്റ ആംഗിളിൽ തന്നെ ഇങ്ങനെ ഈ ആക്സസിന് ചുറ്റുമായിട്ട് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് ലാമർ പ്രിസിഷൻ എന്നാണ്. അപ്പോൾ ലാമർ പ്രിസിഷൻ ഉള്ളതുകൊണ്ട് ഈ മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ആവുന്നില്ല, അല്ലെങ്കിൽ ആംഗിൾ ചേഞ്ച് ആവുന്നില്ല. ഇത് പ്രിസിഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണും. ഇതായിരിക്കും ഇവിടെ സംഭവിക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പ്രിസിഷൻ നടക്കുന്ന ഒരു ഇലക്ട്രോൺ ടോർക്കിൻ്റെ പ്രസൻസ് കൊണ്ടാണ് ഇത് ഈ ലാമർ പ്രിസിഷൻ ഉണ്ടാവുക. അപ്പോൾ ഫോഴ്സിൻ്റെ എഫക്റ്റ് എന്താണെന്ന് നോക്കാം. ഫോഴ്സിൻ്റെ എഫക്റ്റ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ബാർ മാഗ്നറ്റ് അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിക് ഡൈപോൾ വെച്ചാൽ അവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജി നമ്മൾ പഠിച്ചിട്ടുണ്ട്. U = μ.B. മാഗ്നിറ്റ്യൂഡ് മാത്രം. മാഗ്നിറ്റ്യൂഡ് എടുക്കുകയാണെങ്കിൽ U = μ.B. അപ്പോൾ ഇതാണ് അവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജി. മാഗ്നിറ്റ്യൂഡ് മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഫോഴ്സിൻ്റെ വാല്യൂ നമുക്കിങ്ങനെ എഴുതാം: del of μ.B. അല്ലെങ്കിൽ നമുക്ക് ഒരു എക്സ് കമ്പോണൻ്റ് അല്ലെങ്കിൽ വൈ കമ്പോണൻ്റ്, നമുക്കിതിനെ തൽക്കാലം ഇസഡ് കമ്പോണൻ്റ് എന്ന് വിളിച്ചാൽ, ഇസഡ് ഡയറക്ഷൻ അല്ലെങ്കിൽ അപ്വേർഡ് ഡയറക്ഷൻ ഇസഡ് ഡയറക്ഷൻ എന്ന് വിളിച്ചാൽ നമുക്ക് ആ ഇസഡ് ഡയറക്ഷനിലുണ്ടാകുന്ന ഫോഴ്സ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉപയോഗിക്കാം. F of Z = δ/δZ of μ.B, അല്ലെങ്കിൽ ഇതിനെ ഇങ്ങനെ എഴുതാം: μZ .δB/δZ. അപ്പോൾ നമുക്ക് ഫോഴ്സിൻ്റെ ഇക്വേഷൻ ഇതാണ്. Fz = μz .δB/δZ. ഇവിടെ μz എന്ന് പറഞ്ഞാൽ കമ്പോണൻ്റ് ഓഫ് മാഗ്നറ്റിക് മൊമെൻറ്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് Z, ആൻഡ് .B/δZ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ഗ്രേഡിയൻ്റാണ്. ഈ മാഗ്നറ്റ് സിസ്റ്റം ഉണ്ടല്ലോ, ഇത് നോർത്തും സൗത്തുമായിട്ടുള്ള ഈ സിസ്റ്റത്തിൻ്റെ ഗ്രേഡിയൻ്റാണ്. ഇവിടെ നമുക്കറിയാം നോൺ യൂണിഫോം ആയതുകൊണ്ട് അവിടെ ഒരു ഗ്രേഡിയൻ്റ് ഉണ്ടായിരിക്കും. യൂണിഫോം ആണെങ്കിൽ എപ്പോഴും ഗ്രേഡിയൻ്റ് സെയിം ആയിരിക്കും. അവിടെ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത് കാണത്തില്ല, എല്ലായിടത്തും ഒരേ ഫീൽഡാണ്. ഇത് നോൺ യൂണിഫോം ആയതുകൊണ്ട് അവിടെ ഒരു ഗ്രേഡിയൻ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ .B/δZ ഉണ്ടാവും. അപ്പോൾ ഈ മാഗ്നറ്റിക് സിസ്റ്റത്തിൻ്റെ നോർത്തും സൗത്തും ആയിട്ട് വെച്ചിരിക്കുന്ന ഈ സിസ്റ്റത്തിൻ്റെ ഗ്രേഡിയൻ്റ് ഒരു ഫിക്സഡ് വാല്യൂ ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഫോഴ്സ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഇതൊരു ഫിക്സഡ് വാല്യൂ ആയതുകൊണ്ട് ഈ ഫോഴ്സ് തീരുമാനിക്കുന്നത് μZൻ്റെ വാല്യൂ ആണ്. കമ്പോണൻ്റ് ഓഫ് Z ഇൻ ദ ഡയറക്ഷൻ ഓഫ്, അല്ലെങ്കിൽ കമ്പോണൻ്റ് ഓഫ് μ ഇൻ ദ ഡയറക്ഷൻ ഓഫ് Z ആയിരിക്കും. അപ്പോൾ നമുക്ക് പല ഇലക്ട്രോൺസ് വരികയാണ് റാൻഡം ഡയറക്ഷനിലാണെങ്കിൽ, പല ഇലക്ട്രോൺസ് റാൻഡം ഡയറക്ഷനിൽ, മുകളിലേക്കൊരു മാഗ്നറ്റിക് മൊമെൻ്റ് ഉള്ളത്, ഹൊറിസോണ്ടലായിട്ട് മാഗ്നറ്റിക് മൊമെൻ്റ്, ഇങ്ങനെ മാഗ്നറ്റിക് മൊമെൻ്റ് ഉള്ളത്, പല ഇലക്ട്രോൺസ്
പല റാൻഡം ഓറിയൻറ്റേഷനാണ്. സിൽവർ ആറ്റത്തെ ഹീറ്റ് ചെയ്ത് പുറത്തേക്ക് വരുന്ന സിൽവർ ആറ്റം എല്ലാം ഒരേ മാഗ്നറ്റിക് മൊമെൻറ്റ് ഡയറക്ഷൻ ഉള്ളവയല്ല, പല റാൻഡം ഡയറക്ഷൻസ് ആയിരിക്കും. മില്യൺസ് ഓഫ് ഇലക്ട്രോൺസ് ആണ് അല്ലെങ്കിൽ ആറ്റംസ് ആണ് പുറത്ത് വരിക. അപ്പോൾ ഇവയ്ക്കെല്ലാം റാൻഡം ഡയറക്ഷൻ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവയുടെ ഈ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് മേക്ക് ചെയ്യുന്ന തീറ്റ ആംഗിൾ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഫോഴ്സ് ഡിഫറെൻ്റ് ആകുമ്പോൾ ഫോഴ്സ് കൊണ്ട് ഉണ്ടാകുന്നത് അപ്വേർഡ് ഓർ ഡൗൺവേർഡ് മോഷനാണ്. അപ്പോൾ ഇവിടെ ഫോഴ്സ് ഡിഫറെൻ്റ് ആയതുകൊണ്ട് ഇത് ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിൽ പല പല സ്ഥലങ്ങളിലായിരിക്കും വീഴും. ഹൊറിസോണ്ടലായിട്ട് വരുന്നതിന് ഫോഴ്സ് കാണത്തില്ല, കാരണം അവയുടെ മാഗ്നറ്റിക് മൊമെൻറ്റ് ഇസഡ് ഡയറക്ഷനുള്ള കമ്പോണൻറ്റ് 0 ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളത് നേരെ പോകും, മുകളിലേക്കുള്ളതാണെങ്കിൽ അങ്ങോട്ട് പോകും, താഴേക്കുള്ളത്. അപ്പോൾ നമുക്ക് ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിൽ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളത് ക്ലാസിക്കൽ തിയറി അനുസരിച്ച് ഇങ്ങനെയുള്ള ഒരെണ്ണം നേരെ ഇവിടെ വന്ന് വീഴും. മുകളിലേക്കുള്ളതാണെങ്കിൽ അത് റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം അത് ഒരു ഫോഴ്സിൻ്റെ ആംഗിൾ മാറുന്നില്ലാത്തത് കൊണ്ട് ഇങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് വീഴും. അപ്പോൾ നമുക്ക് ഈ ഒരു റേഞ്ച് തൊട്ട് ഇവിടം തൊട്ട് ഇവിടം വരെ നമുക്ക് ഇലക്ട്രോൺസിനെ എക്സ്പെക്റ്റ് ചെയ്യാം. ഓരോന്നിനും ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഡിഫറെൻ്റ് ആയതുകൊണ്ട് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഒരു അപ്പ് ആൻഡ് ഡൗൺ എക്സ്ട്രീം എൻഡ് തൊട്ട് അതിനിടയ്ക്കുള്ള എല്ലാ വാല്യൂസും പോസിബിൾ ആകുന്ന രീതിയിലുള്ള ഒരു റിസൾട്ടായിരിക്കും നമുക്ക് ക്ലാസിക്കൽ തിയറി അനുസരിച്ച് കിട്ടുക. എന്നാൽ സ്റ്റേൺ ഗെർലാക് എക്സ്പെരിമെൻറ്റ് ചെയ്തപ്പോൾ കിട്ടിയ റിസൾട്ട് തികച്ചും ഡിഫറെൻ്റ് ആയിരുന്നു. അതെന്താണെന്ന് നോക്കാം. അപ്പോൾ സിൽവർ ആറ്റത്തെ ഉപയോഗിച്ചുകൊണ്ട്, സിൽവർ ആറ്റത്തിൻ്റെ ആ അൺപെയർഡ് ഇലക്ട്രോണിൻ്റെ എഫക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സ്റ്റേൺ ഗെർലാക് അപ്പാരറ്റസിൽ നമുക്ക് എക്സ്പെരിമെൻ്റ് നടത്തിയപ്പോൾ അല്ലെങ്കിൽ സ്റ്റേൺ ഗെർലാക്കിന് കിട്ടിയ റിസൾട്ട് ഇതായിരുന്നു. ഇതുവഴി പോയി നമ്മൾ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിൽ ഒബ്സർവ് ചെയ്യുന്നത് ആകെ 2 സ്ഥലങ്ങളിൽ മാത്രമേ നമുക്കിവിടെ ഒബ്സർവേഷൻ ഉള്ളൂ. ഒന്ന് ഇവിടെയും മറ്റൊന്ന് ഇവിടെയും. അതായത് വരുന്ന ഇലക്ട്രോൺസ് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ക്ലാസിക്കൽ തിയറി അനുസരിച്ച് ഈ എൻഡ് തൊട്ട് ഈ എൻഡ് വരെ കണ്ടിന്യൂസ് ആയിട്ടൊരു ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സിൽവർ ആറ്റംസ് ആണ് പ്രതീക്ഷിച്ചതെങ്കിൽ അവർക്ക് ഒബ്സർവ് ചെയ്തത് ഈ 2 എൻഡുകളിൽ മാത്രമാണ്. ഒന്ന് അപ്പും മറ്റൊന്ന് ഡൗൺ എന്ന് വിളിക്കാം. ഇതായിരുന്നു അവർക്ക് കിട്ടിയ റിസൾട്ട്. ഇത് ക്ലാസിക്കലി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചറല്ല, ഒരു റിസൾട്ടല്ല. ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷതയായ സ്പിൻ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഇലക്ട്രോൺ ഉണ്ട് എന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ ഈ ഒരു ഫിനോമിന എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റൂ. ഇത് 1922 ഈ എക്സ്പെരിമെൻ്റ് നടത്തി ഈ റിസൾട്ട് കിട്ടിയതെങ്കിലും 1925 സ്പിൻ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി കൊണ്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും എന്ന് കണ്ടുപിടിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ സ്പിൻ എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ഇലക്ട്രോൺ, ആ ഇലക്ട്രോണിൻ്റെ ചാർജ് അതിന് ഇൻട്രിൻസിക് പ്രോപ്പർട്ടി എന്ന് നമ്മൾ പറയാം. അതിൻ്റെ ഓൺ പ്രോപ്പർട്ടിയാണ്, ഇൻഹെറൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്, അതിൽ നിന്ന് എടുത്തു മാറ്റാൻ പറ്റുന്ന പ്രോപ്പർട്ടി അല്ല. അതുപോലെ തന്നെയാണ് ഇലക്ട്രോണിൻ്റെ സ്പിൻ എന്ന് പറയുന്നത്. അത് യഥാർത്ഥത്തിൽ ഫിസിക്കലി അത് സ്പിൻ ചെയ്യുന്നില്ല എങ്കിലും അത് സ്പിൻ ചെയ്യുന്നത് പോലെ ഒരു എഫക്റ്റ് ഉണ്ട്. ആ എഫക്റ്റ് 2 രീതിയിൽ നമുക്ക് കാണാം. ആംഗുലാർ മൊമെൻറ്റമായിട്ടും മാഗ്നറ്റിക് മൊമെൻറ്റായിട്ടും കാണാം. പക്ഷേ അതിനെ നമുക്ക് ആ സ്പിൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടിയെ ഇലക്ട്രോണിനെ സ്റ്റോപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ ആ സ്പിൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഇലക്ട്രോണിൽ നിന്നും എടുത്തു മാറ്റാനോ ഒന്നും സാധിക്കില്ല. അങ്ങനെ ഒരു ഇൻട്രിൻസിക് ആയിട്ടൊരു പ്രോപ്പർട്ടി ഇലക്ട്രോൺ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതാണ് സ്റ്റേൺ ഗെർലാക് അപ്പാരറ്റസ് അല്ലെങ്കിൽ എക്സ്പെരിമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഒരു റിസൾട്ട്. ഇതുമായി ബന്ധപ്പെട്ട സ്റ്റേൺ ഗെർലാക് അപ്പാരറ്റസ് ഉപയോഗിച്ച് നടത്തിയ മറ്റ് ചില പരീക്ഷണങ്ങളിലേക്കൂടെ നമുക്കൊന്ന് പോകാം. ഇനി നമ്മൾ പഠിക്കുന്നത് സീക്വൻഷ്യൽ സ്റ്റേൺ ഗെർലാക് അപ്പാരറ്റസുകളെ കുറിച്ചാണ്. സീക്വൻഷ്യൽ സ്റ്റേൺ ഗെർലാക് അപ്പാരറ്റസുകൾ ചില പരീക്ഷണങ്ങൾ ക്ലാസിക്കൽ തിയറി വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തതാണ്. നമ്മുടെ കോമൺ സെൻസ് റീസണിങ് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ചില റിസൾട്ട്സാണ് സീക്വൻഷ്യൽ സ്റ്റേൺ ഗെർലാക് അപ്പാരറ്റസിൽ കൂടെ നമുക്ക് കിട്ടുന്നത്. എന്തൊക്കെയാണ് എക്സ്പെരിമെൻറ്റ്സ് എന്ന് നോക്കാം. ആദ്യം നമ്മളൊരു സ്റ്റേൺ ഗെർലാക് അപ്പാരറ്റസ് ഇസഡ് ഡയറക്ഷനിൽ വെക്കുന്നു. ഇസഡ് ഡയറക്ഷനിൽ മാഗ്നറ്റിക് ഗ്രേഡിയൻറ്റ് വരത്തക്ക വിധത്തിൽ വെക്കുന്നു. അതിനെ ജസ്റ്റ് ഒരു ബ്ലോക്ക് ഡയഗ്രാം വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഇസഡ് ഡയറക്ഷനിലാണ്. അപ്പോൾ ഇതിൽ സിൽവർ ആറ്റവും അതിൻ്റെ മാഗ്നറ്റും ഒക്കെയുണ്ട്. ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിന് പകരം അതിൽ നിന്ന് വരുന്നതിനെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു. 2 സ്ട്രീമായിട്ട് പുറത്ത് വരും.
എസ് ഇസഡ് പ്ലസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ അപ്പ് എന്ന് പറയുന്ന ഒരു ബീം ഉണ്ടാവും, എസ് ഇസഡ് മൈനസ് എന്ന് പറയുന്ന രണ്ടാമത്തെ ഒരു ബീം ഉണ്ടാവും. ഈ രണ്ട് ബീമുകളാണ് പുറത്ത് വരിക. നമ്മൾ നേരത്തെ അപ്പ് ആൻഡ് ഡൗൺ എന്ന് പറഞ്ഞ പോലെ രണ്ട് ബീമുകളിലൂടെ പുറത്ത് വരും. ഇനി നമ്മൾ ഈ എസ് ഇസഡ് മൈനസിനെ തൽക്കാലം ഒന്ന് ബ്ലോക്ക് ചെയ്തതിന് ശേഷം എസ് ഇസഡ് പ്ലസിനെ നമ്മൾ വീണ്ടും മറ്റൊരു സ്റ്റേൺ കെർലാക് അപ്പാരറ്റസിലേക്ക് കടത്തിവിടുക. അതും ഇസഡ് ഡയറക്ഷനിൽ തന്നെയാണ് എങ്കിൽ ഈ വരുന്ന റിസൾട്ട് അല്ലെങ്കിൽ ഈ വരുന്ന ബീം സെക്കൻഡ് സ്റ്റേൺ കെർലാക് അപ്പാരറ്റസിൽ, അതും മാഗ്നറ്റിക് ഫീൽഡ് ഇസഡ് ഡയറക്ഷനിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെ കടത്തി വിടുമ്പോൾ നമുക്ക് ഒരു ബീം മാത്രമേ കിട്ടുള്ളൂ, എസ് ഇസഡ് പ്ലസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെ നമുക്ക് എസ് ഇസഡ് മൈനസ് കാണത്തില്ല, കാരണം ഓൾറെഡി നമ്മളത് ഫിൽറ്റർ ചെയ്തിട്ടുണ്ട്. നമുക്ക് പോളറൈസേഷൻ പോലെ മനസ്സിലാക്കാനാണെങ്കിൽ ഈ ഒരു പെർപെൻഡിക്കുലർ ഡയറക്ഷൻ കമ്പോണൻറ്റും പാരലൽ കമ്പോണൻറ്റും ഉണ്ട്. അതിലെ ഒരു കമ്പോണൻറ്റിനെ നമ്മൾ ഫിൽറ്റർ ഔട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് എസ് ഇസഡ് പ്ലസ് ആണ് നമ്മൾ സെക്കൻഡ് സ്റ്റേൺ കെർലാക് അപ്പാരറ്റസിൽ കടത്തിവിട്ടത്. അവിടെ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എസ് ഇസഡ് പ്ലസ് ആയിരിക്കും. സാധാരണ നമ്മുടെ ഒരു കോമൺ സെൻസ് അനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ സാധാരണ രീതിയിൽ ചിന്തിച്ചാൽ വളരെ പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന ഒരു റിസൾട്ടാണ്. ഇനി നമുക്ക് രണ്ടാമതൊരു അപ്പാരറ്റസ് ആലോചിക്കാം. രണ്ടാമത്തെ ഒരു അപ്പാരറ്റസ് സെറ്റപ്പിൽ ഒരു സ്റ്റേൺ കെർലാക് അപ്പാരറ്റസ് ഉണ്ട്. ഇത് ഇസഡ് ഡയറക്ഷനിലാണ്. ഇതിൽ നിന്നും രണ്ട് ബീം പുറത്ത് വരും, അപ്പ് ഡൗൺ, അപ്പ് ആൻഡ് ഡൗൺ. അപ്പ് ബീം ഉണ്ടാവും, ഡൗൺ ബീം ഉണ്ട്. അല്ലെങ്കിൽ അതിനെ അപ്പിനെ നമ്മൾ പ്ലസ് എന്നും ഡൗണിനെ മൈനസ് എന്നും വിളിച്ചാൽ പ്ലസ് ഉണ്ടാവും, മൈനസ് ഉണ്ടാവും. അതിലെ മൈനസിനെ നമ്മൾ ബ്ലോക്ക് ചെയ്തു, അതിലെ പ്ലസിനെ മാത്രം നമ്മൾ രണ്ടാമത്തെ ഒരു സ്റ്റേൺ കെർലാക് അപ്പാരറ്റസിലേക്ക് കടത്തിവിടുകയാണ്. പക്ഷേ ഇവിടെ ഫീൽഡ് ഇസഡ് ഡയറക്ഷന് പെർപെൻഡിക്കുലറാണ്. തൽക്കാലം അതിനെ നമുക്ക് എക്സ് എന്ന് വിളിക്കാം. ഇസഡ് ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ഡയറക്ഷനിലേക്ക് സ്റ്റേൺ കെർലാക് അപ്പാരറ്റസിലേക്ക് നമ്മൾ കടത്തിവിടുകയാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണെന്ന് നോക്കിയാൽ ഇവിടെ നമുക്ക് എസ് എക്സ് ആണ്, എസ് എക്സ് പ്ലസ് ഉണ്ടാവും, അതുപോലെ തന്നെ എസ് എക്സ് മൈനസ് ഉണ്ടാവും. അപ്പോൾ ഒരു കൺഫ്യൂഷൻ വരും. ആക്ച്വലി ഈ സ്പിൻ ഏത് ഡയറക്ഷനിലായിരുന്നു, ഇസഡ് ഡയറക്ഷനിലാണോ അതോ എക്സ് ഡയറക്ഷനിലാണോ? ഇസഡ് ഡയറക്ഷനിലായിരുന്നെങ്കിൽ നമുക്ക് എസ് ഇസഡ് പ്ലസും മൈനസും ഉണ്ടായിരുന്നു. എസ് ഇസഡ് പ്ലസിനെ നമ്മൾ അടുത്ത അപ്പാരറ്റസിലേക്ക് വിടുന്നു, എസ് ഇസഡ് മൈനസിനെ ബ്ലോക്ക് ചെയ്യുന്നു. അത് നോക്കുമ്പോൾ വീണ്ടും ഇപ്പോൾ ഇവിടെ 100 പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ ഇവിടെ വീണ്ടും 50% ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതായിട്ട്. അപ്പോൾ എക്സ് ഡയറക്ഷനിലും ഈക്വൽ ഇമ്പോർട്ടൻസോടുകൂടി പ്ലസും മൈനസും വരുന്നതായിട്ട് കാണാം. ഇതാണ് അടുത്ത ഒരു സിസ്റ്റം. ഇനി നമ്മൾ വീണ്ടും ഇതിനെ ഈ എസ് എക്സ് മൈനസിനെ നമ്മൾ ബ്ലോക്ക് ചെയ്തിട്ട് ഇതിനെ വീണ്ടും നമ്മൾ മറ്റൊരു സ്റ്റേൺ കെർലാക് അപ്പാരറ്റസിലേക്ക്, സപ്പോസ് അതിനെ നമുക്ക് ഇസഡ് ഡയറക്ഷനിലാണെന്ന് വിചാരിക്കുക, അതിലേക്ക് കടത്തി വിട്ടാൽ ഇസഡ് ഡയറക്ഷനിൽ വീണ്ടും ഒന്നാമത്തതും മൂന്നാമത്തതും ഇസഡ് ഡയറക്ഷനാണ്. അപ്പോൾ ഒന്നാമത്തേൽ നമ്മൾ എസ് ഇസഡ് പ്ലസും എസ് ഇസഡ് മൈനസും പുറത്ത് വരുന്നുണ്ട്. അതിൽ എസ് ഇസഡ് മൈനസിനെ നമ്മൾ ബ്ലോക്ക് ചെയ്തു. എസ് ഇസഡ് പ്ലസിനെയാണ് നമ്മൾ രണ്ടാമത്തെ സ്റ്റേൺ കെർലാക് അപ്പാരറ്റസിൽ വിടുന്നത്. അവിടെ എസ് എക്സ് പ്ലസും എസ് എക്സ് മൈനസുമാണ്. അതിൽ എസ് എക്സ് മൈനസിനെ നമ്മൾ വീണ്ടും ബ്ലോക്ക് ചെയ്യുന്നു. എസ് എക്സ് പ്ലസിനെ മാത്രമാണ് മൂന്നാമത്തെ അപ്പാരറ്റസ് എസ് ജി ഇസഡിലേക്ക് കടത്തിവിടുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഓൾറെഡി എസ് ഇസഡ് മൈനസ് ബ്ലോക്ക്ഡ് ആണ് ഒന്നാമത്തെ അപ്പാരറ്റസിലെങ്കിലും നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് എസ് ഇസഡ് പ്ലസും ഉണ്ടാവും, എസ് ഇസഡ് മൈനസും ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ ഇവിടെ എസ് ഇസഡ് മൈനസിനെ ബ്ലോക്ക് ചെയ്തതാണ്, അതുപോലെ തന്നെ എസ് എക്സ് മൈനസും ബ്ലോക്ക് ചെയ്തതാണ്. എന്നിരുന്നാലും നമുക്ക് വീണ്ടും എസ് ഇസഡ് മൈനസ് വരും. അപ്പോൾ ഇവിടെ 50% ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് 25 ആയിട്ട് കിട്ടും. അതായത് ഈ ഒരു മെഷർമെൻറ്റ് നടത്തിയപ്പോൾ മുൻപ് ഈ എസ് ഇസഡ് മൈനസ് ബ്ലോക്ക് ചെയ്തു എന്നുള്ള കാര്യം ഇത് ഓർമ്മിക്കുന്നില്ല എന്നുള്ളത്. അല്ലെങ്കിൽ ഇതിനിടയ്ക്ക് മറ്റൊരു മെഷർമെൻറ്റ് വന്നപ്പോഴേക്കും ഈ എസ് ഇസഡിലുണ്ടായ ഫിൽറ്ററിങ് ഇവിടെ കൗണ്ട് ചെയ്യപ്പെടുന്നില്ല. വീണ്ടും അവിടെ എസ് ഇസഡ് പ്ലസ് എസ് ഇസഡ് മൈനസ് നമുക്ക് ഒബ്സർവ് ചെയ്യാം. അപ്പോൾ ചോദ്യം വരും, ഈ സ്പിൻ ഏത് ഡയറക്ഷനിലാണ്? അവിടെയാണ് ഒരു പ്രധാനപ്പെട്ട ഒരു ക്വാണ്ടം മെക്കാനിക്കൽ ഫീച്ചർ നമ്മളവിടെ
പറയാൻ പറ്റുന്ന ഒരു അൺസർട്ടൈൻ ആണ്. നമുക്ക് കൃത്യമായ അതിൻ്റെ സ്പിൻ എവിടെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ ഏതെങ്കിലും ഒരു മെഷർമെൻറ്റ് നടത്തുമ്പോൾ മാത്രമേ ആ സ്പിന്നിൻ്റെ വാല്യൂ എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇത് ക്വാണ്ടം മെക്കാനിക്സിലെ ഒരു പ്രധാനപ്പെട്ട ആശയമാണ്. ഒരു പ്രോപ്പർട്ടി നമുക്ക് എന്താണെന്ന് പറയാൻ പറ്റത്തില്ല. ആ പ്രോപ്പർട്ടി ഒരു ഇപ്പോൾ ഉദാഹരണമായിട്ട് ഡ്യുവൽ നേച്ചർ, പാർട്ടിക്കിളാണോ വേവ് ആണോ എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ഒരു മെഷർമെൻറ്റ് നമ്മൾ നടത്തുമ്പോൾ നമ്മൾ എന്താണ് ഒബ്സർവ് ചെയ്യുന്നത്, നമ്മൾ പാർട്ടിക്കിൾ നേച്ചർ ഒബ്സർവ് ചെയ്യാനായിട്ടുള്ളൊരു എക്സ്പെരിമെൻ്റാണ് നടത്തുന്നതെങ്കിൽ പാർട്ടിക്കിൾ ബിഹേവിയർ കാണിക്കും. വേവ് നേച്ചറാണ് ഒബ്സർവ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതിൻ്റെ വേവ് ബിഹേവിയർ കാണിക്കും. അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് വേവ് ബിഹേവിയറുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് ആണെങ്കിൽ നമുക്കവിടെ വേവ് ബിഹേവിയർ ഒബ്സർവ്ഡ് ആവും. അതേസമയം പാർട്ടിക്കിൾ ബിഹേവിയറുമായി ബന്ധപ്പെട്ട ഒരു എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് ആണെങ്കിൽ ആ പാർട്ടിക്കിളിൻ്റെ പാർട്ടിക്കിൾ നേച്ചറായിരിക്കും ഒബ്സർവ്. അതുപോലെ തന്നെ നമ്മൾ ഏത് മെഷർമെൻറ്റ് നടത്തുന്നോ ആ മെഷർമെൻറ്റ് നടത്തുമ്പോൾ മാത്രമേ ആ സ്പിന്നിനൊരു വാല്യൂ അത് കിട്ടുകയുള്ളൂ. അതുവരെ അത് അൺസർട്ടൈൻ ആയിരിക്കും. ഈ ഒരു ഫീച്ചർ നമുക്ക് ക്ലാസിക്കൽ തിയറിയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഇവിടെ മറ്റൊരു കാര്യം കൂടെ നമുക്കിവിടെ ഒബ്സർവ് ചെയ്യാവുന്നത് എന്താണെന്ന് വെച്ചാൽ, സപ്പോസ് ഈ SX- നമ്മൾ ബ്ലോക്ക് ചെയ്യാതെ അതിനെ വീണ്ടും ഈ അപ്പാരറ്റസിലേക്ക് കടത്തി വിടുകയാണെങ്കിൽ ഈ SZ- ഡിസപ്പിയർ ചെയ്യും. അപ്പോൾ ഈ രണ്ട് കമ്പോണൻ്റ് ഇവിടെ എത്തുകയാണെങ്കിൽ നമുക്ക് SZ- ഡിസപ്പിയർ ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോൾ ഇത്തരത്തിൽ ക്ലാസിക്കൽ തിയറി കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും നമുക്ക് ഈ സീക്വൻഷ്യൽ സ്റ്റെയിൻ കെർലാക് അപ്പാരറ്റസിലൂടെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും.